ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ ഭാഗവത കഥയുടെ സാരം എന്താണ്? ഇതിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ പറയുന്നു, മുക്തി. മുക്തി എന്നാൽ എന്താണ്? മുക്തി എന്ന് പറഞ്ഞാൽ മോചനം. എന്തിൽ നിന്നുള്ള മോചനം? ദുഃഖത്തിൽ നിന്നുള്ള മോചനം. താപത്രയങ്ങൾ, 3 തരം ദുഃഖങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നു. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഈ 3 താപത്രയങ്ങൾ എന്ന് പറയുന്ന ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണ് മുക്തി എന്ന് പറയുന്നത്. ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചില വികല്പങ്ങൾ, അന്തസ്സംഘർഷങ്ങൾ, ഇപ്പോഴത്തെ ഭാഷയിൽ നമ്മൾ പറഞ്ഞ സ്ട്രെസ്സ്, ഇതുമാതിരിയുള്ള ദുഃഖങ്ങളാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. അതേപോലെ രോഗപീഠകൾ, പ്രാണിവർഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, കൊതുക്, മൂട്ട, പാറ്റ, ഇങ്ങനെയുള്ള പ്രാണികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ഉറുമ്പ്, ജന്തുജന്യ രോഗങ്ങൾ, കോവിഡ് പോലെയുള്ള രോഗാണുക്കൾ പരത്തുന്ന രോഗങ്ങൾ, ഇവയെല്ലാം തന്നെ ആദിഭൗതികം എന്നുള്ള ഒരു ശ്രേണിയിൽ വരുന്നതാണ്. മൂന്നാമതായിട്ട് ആദി ദൈവിക ദുഃഖമാണ്. നമ്മൾ മിക്കവാറും സമയങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒന്നാണിത്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിവൃഷ്ടി, അനാവൃഷ്ടി, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ഇവയെല്ലാം മൂലമുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ഇതിനെയാണ് ആദിദൈവികം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ താപത്രയങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ നടത്തിയത്. താപത്രയനാശായ ശ്രീകൃഷ്ണായ വയം നമ. ഈ താപത്രയങ്ങൾ കൂടാതെ മോചനം കിട്ടേണ്ടത് ജനന മരണ ചക്രത്തിൽ നിന്നാണ്. നമുക്ക് ഏവർക്കും അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് ഈ ജനന മരണ ചക്രം എന്ന് പറയുന്നത്. ജന്മസംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഭാഗവതയുടെ കഥയുടെ സാരം എന്ന് പറയുന്നത് മുക്തിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ ഇവ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? ഭാഗവത ഒരു കഥ പറയുന്നുണ്ട്. ഒരു യുവതി, 2 വൃദ്ധരായ മക്കൾ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ കഥ, എങ്കിലും ഞാനത് ഒന്നുകൂടെ പറയുന്നതെന്ന് മാത്രം. ആ കഥയിലൂടെയാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ള സൂചന തരുന്നത്. ഈ യുവതിയായ അമ്മ 2 മക്കളെയും കൊണ്ടുവന്ന് ഭാഗവതം കഥ കേൾപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ആ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മയെ ഉപാസിച്ചാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ തന്നെ കൂടെ വരും എന്ന ഒരു സൂചന ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ എങ്ങനെ പോഷിപ്പിക്കാമെന്നാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഭാഗവതത്തിന് ഇന്നുള്ള പ്രസക്തി എന്താണ്? എല്ലായിടത്തും നമ്മൾ സപ്താഹമുണ്ട്, സത്രങ്ങൾ നടക്കുന്നുണ്ട്, ഇതിനെന്താ പ്രസക്തി എന്നുള്ള ഒരു ചോദ്യം വരുന്നു. ജീവശ്യ ആസുരതാം ഗതഃ, അതായത് ജീവന്മാരെല്ലാം ആസുര പ്രകൃതികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. നിത്യേന നമ്മൾ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പല സംഭവങ്ങളും ഈ എങ്ങനെ ആസുര പ്രകൃതികളാകുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങൾ ആണ്. പറയാൻ തന്നെ പലപ്പോഴും നമുക്ക് ലജ്ജ തോന്നുന്ന വിധത്തിലുള്ള പല സംഭവങ്ങളും നമുക്ക് ചുറ്റും അനുഭവപ്പെടുന്നു. മനുഷ്യനെ ആസുര പ്രകൃതിയിൽ നിന്നും മാറ്റി ദൈവാംശമുള്ളവനാക്കി മാറ്റാനായിട്ട് ഭാഗവതത്തിൻ്റെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ അത്യാവശ്യമാണ് എന്ന് നമുക്ക് കഥകളിലൂടെയും ഭാഗവതത്തിലെ ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് ഈ മഹാഭാഗവതം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹാഭാഗവതം എല്ലാ കാലത്തും പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇനി ഭാഗവതത്തെ ഒരു ജീവിതചര്യയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് വേണ്ടത് സത്സംഗമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് സത്സംഗമാണ്. എത്രയോ ആളുകൾ വരുന്നു, ഭഗവത് കഥനം കേൾക്കുന്നു, കഥ കേൾക്കുന്നു, കഥനം നടത്തുന്നു. ഇതെല്ലാം തന്നെയാണ് സത്സംഗം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതചര്യയാക്കി ഭാഗവതത്തെ മാറ്റണമെങ്കിൽ എല്ലാ ദിവസവും ഭാഗവത കഥകൾ കേൾക്കണം, ഭാഗവത കഥകൾ പറയണം. എങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അഞ്ചാമത് വേറൊരു ചോദ്യം ചോദിക്കുന്നു. ശ്രേയസ്സിൽ വെച്ച് പരമമായ ശ്രേയസ് എന്താണ്? രണ്ട് വാക്കുകളുണ്ട്, ശ്രേയസ്സും പ്രേയസ്സും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് ലഭിക്കുന്ന ഐശ്വര്യമാണ്. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ മാത്രം ലഭിക്കുന്ന ഐശ്വര്യമാണ്. അപ്പോൾ ഇതിൽ മെച്ചമേതാണ് എന്ന് ചോദിച്ചാൽ പ്രേയസ്സാണ്. എല്ലായ്പ്പോഴും സദാ കിട്ടുന്നതാണ് ശ്രേയസ്. അത് കിട്ടണമെങ്കിൽ ഭാഗവതം പഠിക്കണം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരസ്യ ഭാവഃ ഐശ്വര്യഃ. ഇതാണ് അതിൻ്റെ വിഗ്രഹം. ഈശ്വരഭാവത്തിലേക്ക് നമ്മൾ എപ്പോൾ ഉയരുന്നുവോ അപ്പോൾ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നു. ഇനി പരിശുദ്ധമായതിൽ എന്താണ് ഏറ്റവും പരിശുദ്ധമായത്? ആറാമത്തെ ചോദ്യമാണ്. ഏറ്റവും പരിശുദ്ധമായത് എന്താണ്? ഭാഗവത ശ്രവണം ആണ് പരിശുദ്ധമായത്. കാരണം അതിലൂടെ തന്നെ, അത് കേൾക്കുന്നതിലൂടെ എല്ലാവരും പരിശുദ്ധരായി മാറുന്നു എന്നുള്ള ഈ ഉപായം നമുക്കേവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ ദുന്ദുകാരിയുടെ കഥയിലൂടെ ഭാഗവതം നമുക്ക് പറഞ്ഞു പറ്റുന്നു. നിങ്ങളേവരും കേട്ടിട്ടുണ്ടാവും, ദുന്ദുകാരി, ആത്മദേവൻ, ഇവരുടെയൊക്കെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഭാഗവത ശ്രവണം, അതിലൂടെയാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടത്. ഇനി അവസാനമായിട്ട് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ശ്രീകൃഷ്ണനെ പ്രാപിക്കാൻ ശാശ്വതമായ ഉപായം എന്ത്? ഏഴാമത്തെ ചോദ്യമാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്. ഈശ്വരൻ, ഭഗവാനെ പ്രാപിക്കാൻ എന്താണ് ഉപായം? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഭാഗവത പുരാണം. ഭാഗവത പുരാണത്തിലൂടെ മാത്രമേ നമുക്ക് ശ്രീകൃഷ്ണനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് എത്ര ഉദാഹരണങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലുമുണ്ട്. പ്രസിദ്ധനായ ആന്നം തിരുമേനിയുടെ കഥ നിങ്ങൾക്കറിയാം. മള്ളിയൂർ ശങ്കരൻ നമ്പൂരി അദ്ദേഹത്തിൻ്റെ കഥ അറിയാം. ഇവരെല്ലാം ഭാഗവതത്തിലൂടെയാണ് ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തിച്ചേർന്നത്, ശ്രീകൃഷ്ണനെ പ്രാപിച്ചത്. അപ്പോൾ ഈ 6 ചോദ്യങ്ങളും അതിൻ്റെ 6 ഉത്തരങ്ങളും കൂടെ നമുക്ക് സംക്ഷേപിക്കുകയാണെങ്കിൽ ഒറ്റ വരിയിൽ അതെങ്ങനെ പറയാം? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്തി ഭാഗവത കഥാശ്രവണത്തിലൂടെ മുക്തി നേടാൻ സഹായിക്കുന്നതാണ് ഭാഗവതം കഥ. അപ്പോൾ ഭാഗവതം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ മുക്തിയിലേക്ക് എത്തിച്ചേരുന്നു, ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. അതെങ്ങനെയാണ്? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്തിയെടുത്ത് അതിനെ വളർത്താനായിട്ട് ഈ ഭാഗവത കഥാ ശ്രവണം എപ്പോഴും നമുക്ക് സഹായകമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കഥ നമുക്ക് ഇപ്പോൾ പറയാം, കേട്ടുകൊള്ളുക. ഈ സത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വെറുതെ കഥാകഥനം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഈ കഥയുടെ പുറകിലുള്ള തത്വം എന്താണ് എന്നുള്ള തത്വവിചാരം കൂടെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കഥയിൽ ചില തത്വങ്ങളുണ്ട്, അതും നമുക്ക് ഇടയ്ക്ക് പരിശോധിക്കാം. കാളിയമർദ്ദനമാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന കഥ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായത്തിലാണ് കാളിയമർദ്ദനം എന്നുള്ള ഈ കഥ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം, എന്തിനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയനെ മർദ്ദിച്ചത്, ഈ ഒരു കഥ പറയുന്നത്, അതിനുണ്ടായ സംഭവം വിവരിക്കുന്നത് 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ്. ധേനുകാസുര വധവും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, വീട്ടിലെത്തി, വിശ്രമിച്ചു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പ്രഭാത കൃത്യങ്ങളെല്ലാം നടത്തി. ശ്രീകൃഷ്ണൻ രാവിലെ പ്രഭാത ഭക്ഷണവും കഴിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം പൊതിഞ്ഞു കെട്ടി തൻ്റെ സന്തത സഹചാരിയായ വേണുവും എടുത്ത്, ഓടക്കുഴലും എടുത്ത്, പശുക്കളെയും വെച്ചുകൊണ്ട് പോവുകയാണ്
അന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ബലരാമനെ കൂട്ടാതെയാണ് പോയത്. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പിന്നീട് നോക്കാം. ബലരാമനില്ലാതെ ശ്രീകൃഷ്ണൻ തനിയെ വേണുകൂതിക്കൊണ്ട് പോകുന്നു. പശുക്കൾ പുറകെ പോകുന്നു, ഗോപന്മാർ കുറേ കൂടെ പോകുന്നു. കാളിന്തി തീരത്തെത്തി പശുക്കുട്ടികളെയെല്ലാം മേയാനായിട്ട് അയച്ചതിന് ശേഷം ശ്രീകൃഷ്ണനും കൂട്ടുകാരും കളികളിൽ ഏർപ്പെടുകയാണ്. ഉച്ചവരെ നല്ല കളിയാണ്. അപ്പോൾ വെയിൽ വന്നു. വെയിൽ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദാഹമായി. വല്ലാത്ത ദാഹം അനുഭവിച്ച സമയത്ത് ഇവർ പതുക്കെ അതിൽ കുറച്ച് ആൾക്കാർ കാളിന്തിയിൽ ചെന്ന് വെള്ളം കുടിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചല്ല പോയത്. കുറച്ച് പേര് പോയി, കുറച്ച് പേര് ശ്രീകൃഷ്ണൻ അടക്കമുള്ള കുറച്ചാളുകൾ അവിടെ മാറി നിന്നു. എന്തിനാന്ന് ചോദിച്ചാൽ ഈ പശുക്കളുടെ മേലൊരു കണ്ണ് വേണമല്ലോ. അപ്പോൾ പശുക്കളെ എവിടെയെങ്കിലും അഴിച്ചു വിട്ടിട്ട് മിണ്ടായിരിക്കാൻ പറ്റില്ല. കാരണം ഇതെങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഏതെങ്കിലും ജീവികൾ പശുക്കളെ ആക്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഇത് ഗോപാലകന്മാരുടെ ഒരു കടമയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കി കൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. പുൽത്തകിടിയിൽ ഇങ്ങനെ കളിച്ചും ഒക്കെയാണ് നിൽക്കുന്നത്. കുറച്ച് പേര് ചെന്ന് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു. കുറേ നേരം കഴിഞ്ഞു. ഇവരാരും മടങ്ങി വരുന്നില്ല. എന്തു പറ്റി, ആരും വരാത്തത് എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് വേറൊരു പറ്റം ആൾക്കാർ, ഗോപന്മാർ അല്ലെ ഗോപകുമാരന്മാർ പോകുന്നു. അവർ കാണുന്ന കാഴ്ച അത്യന്തം ദാരുണവും ദയനീയവുമാണ്. കാളിന്തി തീരത്ത് തൻ്റെ കൂട്ടുകാരും പശുക്കളും ബോധമറ്റ് കിടക്കുന്നു. ചത്തുപോയോ ഈ പശുക്കൾ എന്നുള്ള തോന്നും. ആ രീതിയിലാണ് പശുക്കൾ കിടക്കുന്നത്. മയങ്ങിക്കിടക്കുന്ന ഗോപന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരിൽ ജീവനുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവരാകെ ഭയാക്രാന്തരായിട്ട് ഓടി നദിക്കരയിൽ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, അയ്യോ കൃഷ്ണ, വെള്ളം കുടിക്കാൻ പോയ നമ്മുടെ കൂട്ടുകാരെ അവർ നദീതീരത്ത് കിടക്കുന്നു, ബോധമില്ല, അവർ മൃതരായി കിടക്കുകയാണ്. ചില പശുക്കളും കൂടെ ചത്ത് കിടക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് അറിയില്ലല്ലോ എന്ന് പറയുന്നു. ഈ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടിട്ട് ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ്റെ മറ്റു കൂട്ടുകാരെല്ലാം കൂടെ ഓടി കാളിന്തി തീരത്ത് ചെല്ലുന്നു. ഭഗവാൻ എല്ലാവരെയും ഒന്ന് പരിശോധിച്ചു. അപ്പോൾ മനസ്സിലായി, ഇത് കാളിയൻ്റെ വിഷം കാളിന്തിയിൽ കലർന്നതാണ്. ഈ വിഷജലം കുടിച്ചിട്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ മൃതപ്രായരായിട്ട് കിടക്കുന്നത് എന്ന് ഭഗവാന് മനസ്സിലായി. ഭഗവാന് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? കൂട്ടത്തിലുള്ള ചില ആൾക്കാർ, അവർ ഈ വെള്ളം കുടിക്കാത്തവരാണ്. അവർ ദൂരെ നിന്ന് കണ്ടവരാണ്. അവർ പറഞ്ഞു, ദാഹജലം അന്വേഷിച്ച് ആഗ്രഹിച്ച് ഓടിയെത്തി ഈ കുട്ടികൾ, പശുക്കളും. അവർ കയ്യിൽ വെള്ളം കോരി കുടിച്ചു. ആ കുടിച്ച മാത്രയിൽ തന്നെ അവർ ബോധമറ്റ് വീഴുകയാണ് ചെയ്തത്. വിളിച്ചിട്ട് അവർ അനങ്ങിയതേയില്ല. ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആരും കാളിന്തിയിലെ വെള്ളം കുടിക്കരുത്, കാരണം ഇതിൽ കൊടിയ വിഷം കലർന്നിരിക്കുകയാണ്. ഈ നദിയിൽ വസിക്കുന്ന കാളിയൻ എന്ന സർപ്പത്തിൻ്റെ വിഷമാണ് ഈ നദിയിൽ കലർന്നിരിക്കുന്നത്, ഈ ജലത്തിൽ കലർന്നിരിക്കുന്നത്. ഈ ജലം മലിനമാണ്, ഇത് കുടിക്കരുത് എന്ന് പറയുന്നു. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? വീണ് കിടക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ഭഗവാൻ തൻ്റെ കണ്ണുകൊണ്ട്, കണ്ണിലെ അമൃതവർഷം പെയ്യുന്ന കടക്കണ്ണുകൊണ്ട് ഒന്ന് നോക്കി. അപ്പോൾ അവരെല്ലാവരും ജീവനോടുകൂടി എണീറ്റു, ജീവൻ വന്ന് എണീറ്റു. അത് ഭാഗവതം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. വീക്ഷ്യതാൻ വൈ കൃഷ്ണോ യോഗേശ്വര ഈക്ഷയാമൃതവർഷ്ണ്യ സ്വനാഥാൻ സമജീവയത്. അപ്പോൾ ഭഗവാന്റെ നോട്ടം തന്നെ, അതിൽ തന്നെ അമൃതമുണ്ട്. ആ നോട്ടത്തിലൂടെയാണ് ഭഗവാൻ അവരെ ജീവനോടെ എഴുന്നേൽപ്പിച്ചത്. അപ്പോൾ ഈ ഗോപബാലന്മാരാകട്ടെ, അവരെ പതുക്കെ കണ്ണ് തുറന്ന് ആലസ്യത്തിൽ നിന്നും പുറത്തു വന്നിട്ട് രണ്ട് ഭാഗത്തും നോക്കി, എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം അവർ പരസ്പരം നോക്കുകയാണ്.
ആരാണ് നമ്മളെ രക്ഷിച്ചത്? ഭഗവാനല്ലാതെ. മരിച്ചു വീണതാണല്ലോ നമ്മൾ വിഷം കുടിച്ചിട്ട്. പക്ഷേ നമ്മളെ എഴുന്നേൽപ്പിച്ചത് ഈ ഭഗവാന്റെ ഈ കരുണാ കടാക്ഷം നിമിത്തമാണ് എന്നവർക്ക് മനസ്സിലായി. അതാണ് അവർ പരസ്പരം ഒന്ന് നോക്കിയത്. അപ്പോൾ അന്യോന്യ നോട്ടം കൊണ്ട് തന്നെ ഈ ഒരു കാര്യം സ്പഷ്ടമായി. ഇങ്ങനെയാണ് 15-ാം അധ്യായം അവസാനിക്കുന്നത്. 16-ാം അധ്യായം തുടങ്ങുമ്പോൾ കാളിയമർദ്ദനം ചെയ്തുകൊണ്ട് ഭഗവാന്റെ ഈ മനോഹരമായ നൃത്തം എങ്ങനെ നടന്നു എന്നും അതിനുശേഷം ആ ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് എങ്ങനെയാണെന്നും അതിനുശേഷം എങ്ങനെയാണ് കാളിയനെ ഭഗവാൻ അനുഗ്രഹിച്ചത് എന്നുള്ള കഥകളെല്ലാം വ്യാസൻ 16-ാം അധ്യായത്തിലാണ് പറയുന്നത്. കാളിയൻ്റെ വിഷവ്യാപ്തി കൊണ്ട് ദുഷിച്ചതും ഉപയോഗശൂന്യമായ ആ ജലത്തിൽ ആ കാളിന്തിയെ എങ്ങനെയാണ് ഒന്ന് നിർമ്മലമാക്കേണ്ടത് എന്ന് ഭഗവാൻ മനസ്സിൽ ആലോചിച്ചു. ഈ കാലത്തും അത് പ്രസക്തമാണ് കേട്ടോ. പല നദികളും ഇതേപോലെ മലിനമാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നിർമ്മലമാക്കാനായിട്ടുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അതിന് ഭഗവാൻ ഒന്നുകൂടെ അവതരിക്കുമെന്ന് വിചാരിക്കാം. ശുകമഹർഷിയോട് പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ചോദ്യം ചോദിക്കാൻ വിടുക. ഈ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം. ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് കിട്ടിയ ആയുസ് 7 ദിവസത്തെ ആയുസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മഹത്തായ കാര്യങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങളല്ല, ഇതൊന്നും വളരെ അതിമഹത്തായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. നല്ലൊരു വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അദ്ദേഹം ചോദിക്കുന്നു, ഈ കാളിന്തിയിൽ എത്രയോ കാലമായിട്ട് ഈ സർപ്പം വന്ന് വസിക്കാൻ എന്താണ് കാരണം? ഈ അഗാധ ജലത്തിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന ഈ സർപ്പത്തെ ഭഗവാൻ ഏത് വിധത്തിലാണ് മോചിപ്പിക്കുകയും അതിനെ ശാസിക്കുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്തത്? അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ബ്രഹ്മൻ ഭഗവതസ്തസ്യ ഭൂംനഃ സ്വച്ഛന്ദവർത്തിനഃ ഗോപാലോദാരചരിതം കസ്യ തൃപ്യേതാമൃതം ജുഷൻ എന്ന് പരീക്ഷത്ത് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്? സർവജ്ഞനായുള്ളവനെ എങ്ങും നിറഞ്ഞിരിക്കുന്നതിനാണെങ്കിലും സ്വഭക്തന്മാരുടെ അഭീഷ്ടം പൂർത്തീകരിക്കാനായിട്ട് പല അവതാരങ്ങൾ എടുത്തു കഴിഞ്ഞ ഭഗവാൻ ഇങ്ങനെ ഒരു ഗോപപാലകനായിട്ട് വന്നിട്ട് എല്ലാവർക്കും വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറയണം. കാരണം ഈ കഥകളെല്ലാം പരമപുരുഷാർത്ഥത്തെ നൽകുന്നതാണ്. ഈ ഉദാരചരിതം ഇത് ഇത്തരം ഉള്ള ഒരു അമൃതത്തെ ആസ്വദിച്ചിട്ട് ആർക്കെങ്കിലും മതി വരുമോ? അതിനാൽ ആ കഥ വിസ്തരിച്ച് പറയണമെന്ന് പരീക്ഷത്ത് അപേക്ഷിക്കുകയാണ്. എന്താണ് പരമപുരുഷാർത്ഥം? പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളുണ്ട്. അർത്ഥം, കർമ്മം, അർത്ഥം, അതെ മോക്ഷമാണ് പരമപുരുഷാർത്ഥം. ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഏറ്റവും പരമമായതാണ് മോക്ഷം എന്നുള്ളത്. അപ്പോൾ അതിൽ എത്തിച്ചേരണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. അതിനാൽ ആ കഥ ഒന്ന് വിസ്തരിച്ച് പറയണമെന്ന് പരീക്ഷത്ത് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ശ്രീ ശുകമുനി ആ കഥ പറയുന്നു. കാളിന്തിയിൽ കാളിയന് വസിക്കാനായി ആഴത്തിലുള്ള ഒരു ഹൃദമുണ്ട്. ഹൃദം എന്ന് പറഞ്ഞാൽ കയം എന്നാണ് അർത്ഥം. ഒരു അഗാധമായ കയമാണ്. ആ കയത്തിനകത്താണ് ഈ കാളിയൻ വസിക്കുന്നത്. ഈ സർപ്പത്തിൻ്റെ വിഷജ്വാല കൊണ്ട് അതിലെ വെള്ളം എപ്പോഴും ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. അതിന് മുകളിൽ കൂടെ പറക്കുന്ന പക്ഷികൾ അതിൻ്റെ ചൂടേറ്റിട്ട് അതിൻ്റെ വിഷമേറ്റിട്ട് കരിഞ്ഞ് ആ വെള്ളത്തിൽ വീഴും. അതേപോലെ ചുറ്റുമുള്ള വൃക്ഷങ്ങളും പുല്ല് മറ്റുള്ള ചെടികളെല്ലാം കരിഞ്ഞു. വിഷത്തുള്ളികളെ വഹിച്ചുകൊണ്ടാണ് ആ ഹൃദയത്തിന് മുകളിൽ കൂടെ കാറ്റ് വീശുന്നത്. അപ്പോൾ കാറ്റിൻ്റെ പ്രത്യേകതയുണ്ട്. കാറ്റ് എന്തും വഹിച്ചു കൊണ്ടുപോകും, ഏത് ഗന്ധവും വഹിച്ചു കൊണ്ടുപോകും. അത് സുഗന്ധമാണെങ്കിലും ദുർഗന്ധമാണെങ്കിലും വിഷമാണെങ്കിലും എല്ലാം കാറ്റ് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ തട്ടി തീരത്ത് സഞ്ചരിക്കുന്ന പ്രാണികൾ ചത്തു വീഴുന്നു. ചുറ്റുമുള്ള മരങ്ങളും മറ്റ് ചെടികളും പുല്ലുകളും എല്ലാം ഈ കാറ്റേറ്റ് ഉണങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഉഗ്രവിഷവേഗത്തിൻ്റെ തീഷ്ണതയാണ് കവി ഇവിടെ വരച്ച് കാണിക്കുന്നത്. അങ്ങനെ ഉള്ള കാളിന്തിയിൽ മലിനമായ കാളിന്തിയിൽ എന്തിനാണ് കാളിന്തിയിൽ ആ ഹൃദയത്തിൽ താമസം തുടങ്ങിയത്?
എങ്ങനെയാണ് അത് അവിടെ എത്തിച്ചേർന്നത്? അത് വേറൊരു കഥയാണ്. കാളിയനും ഗരുഡനും തമ്മിലുള്ള ഒരു വൈരമുണ്ട്. ജന്മനാ ഉള്ള വൈരമാണ്. ഈ വൈരത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഇതാണ് ഇതിൻ്റെ ആ കഥയുടെ പശ്ചാത്തലം. അതായത് ഗരുഡൻ സർപ്പങ്ങളെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഗരുഡൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണമാണ് സർപ്പങ്ങളെന്ന് പറയുന്നത്. എപ്പോഴും ഗരുഡൻ സർപ്പങ്ങളെ ഇങ്ങനെ പൂർവ്വവൈരം നിമിത്തം ഉപദ്രവിക്കാനും അതിനെ കൊത്തി തിന്നാനും ഒക്കെ നിന്നു. അവരെല്ലാവരും കൂടെ ബ്രഹ്മാവിനെ കണ്ടിട്ട് പറഞ്ഞു, ഒരു സങ്കടം പറഞ്ഞു, ഞങ്ങളെ ഇങ്ങനെ ഗരുഡൻ എപ്പോഴും ഉപദ്രവിക്കുകയാണ്, ഞങ്ങൾ സദാ ഭയചകിതരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇരുകൂട്ടരെയും വിളിച്ചു വെച്ച് ബ്രഹ്മാവ് ഒരു നല്ല മീറ്റിംഗ് കൂടി ഒരു വ്യവസ്ഥ വെച്ചു, ഒരു നിശ്ചയം ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കറുത്ത പാവിനും ഈ സർപ്പങ്ങളെല്ലാം ഒരു ബലി, ഗരുഡന് ഉപകരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റിയ ഒരു ബലി ഒരു ആലിൻ ചുവട്ടിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഗരുഡന് ഭക്ഷിക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ബലിയായിരിക്കണം വയ്ക്കുന്നത്. ഇതായിരുന്നു ബ്രഹ്മാവിൻ്റെ നിശ്ചയം. അങ്ങനെയാണെങ്കിൽ ഗരുഡൻ ഉപദ്രവിക്കാനും പാടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അതങ്ങനെ തുടങ്ങി. എല്ലാ കറുത്ത വാവു നാളും സർപ്പങ്ങൾ തെറ്റാതെ താന്താങ്ങളുടെ ഭാഗം അവിടെ കൊണ്ടുപോയി അവിർഭാഗമായിട്ട് വെച്ചു. പക്ഷേ തൻ്റെ ഉഗ്രവിഷത്തിൽ അഹങ്കരിക്കുന്ന അതീവ ബലവാനായ കാളിയന് അഹങ്കാരം കാരണം ഒരു തോന്നലുണ്ടായി. ഈ ഗരുഡന് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് ഈ ബലി കൊടുക്കുന്നത് ഗരുഡന്? തൻ്റെ ഭാഗം കൊടുത്തില്ല എന്നുള്ളതേ പോട്ടെ, മറ്റുള്ളവർ കൊടുത്ത ബലി പോലും കാളിയൻ ഭക്ഷിച്ചു. ഇവിടെ ഓർക്കണം, അഹങ്കാരം എങ്ങനെയാണ് തലയ്ക്ക് പിടിക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഒരു അങ്ങേയറ്റം, ഒരു മകുടോദാഹരണമായിട്ട് ഇതിനെ പറയാൻ പറ്റും. അപ്പം അങ്ങനെ ബ്രഹ്മാവ് നിശ്ചയിച്ച ആ കാര്യം, ആ വ്യവസ്ഥയെയാണ് ലംഘിച്ചത്. അപ്പോൾ എത്രത്തോളം അഹങ്കാരം കാളിയനുണ്ടായി എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗരുഡൻ ഇതറിഞ്ഞാൽ വെറുതെ ഇരിക്കുമോ? ഗരുഡന് ഭയങ്കര ദേഷ്യം വന്നു. ഗരുഡൻ ഉടനെ പാഞ്ഞു വരികയാണ് കാളിയനെ ഒന്ന് കാണാനും കാളിയനെ സംഹരിക്കാനും. അങ്ങനെയുള്ള വിചാരത്തോടു കൂടി ദേഷ്യപ്പെട്ട് പറന്നു വരുന്നു. അപ്പോൾ ഗരുഡന് കാളിയനെ സംഹരിക്കാൻ കഴിയുമോ എന്നൊരു ശങ്ക ആർക്കും വേണ്ട കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഭഗവത് വാഹനമാണ് ഗരുഡൻ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനുള്ള ഈ 6 ഗുണങ്ങളും ഗരുഡനുമുണ്ട്. എന്താണ് ഈ 6 ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ, ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രീ, യശസ്, ഇങ്ങനെയുള്ള 6 ഗുണങ്ങൾ ഭഗവാനെ കനിഞ്ഞനുഗ്രഹിച്ച് ഗരുഡന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹമുള്ള ഗരുഡനെ ഒരു വിധത്തിലും അങ്ങനെ നിസ്സാരമായിട്ട് കരുതാൻ പറ്റില്ല. കാളിയന് പറ്റിയ അബദ്ധമാണ് കാളിയൻ ഗരുഡനെ നിസ്സാരനായിട്ട് കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ കാളിയനും ഗരുഡനും ഏറ്റുമുട്ടാനായിട്ട് തയ്യാറായി. കാളിയൻ പടങ്ങളെല്ലാം വിടർത്തി ഉയർത്തിപ്പിടിച്ച് വിഷപ്പല്ലുകളെ കൊണ്ട് ആഞ്ഞ് കടിച്ചു. പക്ഷെ ഗരുഡനൊരു കൂസലുമില്ല. ഗരുഡൻ എന്ത് ചെയ്യുന്നറിയാമോ? ഗരുഡൻ അതീവ ബലവാനാണ്. ഗരുഡൻ ഇടത്തെ ചിറകുകൊണ്ട് ഒരടി അടിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് വലത്തെ ചിറക് ഉപയോഗിക്കാത്തത്? അതിൻ്റെ ആവശ്യമില്ല. കാരണം ഗരുഡനെ സംബന്ധിച്ചിടത്തോളം കാളിയൻ നിസ്സാരനാണ്. ഇതേപോലെ ഇടത്തെ കൈ കൊണ്ട് ഒരടി നടന്നിട്ടുണ്ട്. അതെവിടെയാണെന്നറിയാമോ? രാമായണത്തിൽ സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ ചാടി ലങ്കയിലെത്തുന്നു. അപ്പോൾ ലങ്കാദ്വാരത്തിൽ ഒരു കാവൽക്കാരിയുണ്ട്. ആ ലങ്കാശ്രീ അല്ലെങ്കിൽ ലങ്കാലക്ഷ്മി എന്ന് പറയും. അവർ തമ്മിലൊരു യുദ്ധം നടക്കും. സത്യത്തിൽ ഈ സ്ത്രീകളുമായിട്ട് യുദ്ധം ചെയ്യാനൊന്നും ഹനുമാന് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു നിവൃത്തിയില്ല വന്നപ്പോഴത്തേക്കും ഇടത്തെ കൈ കൊണ്ട് ഒരടിയും കൊടുത്തു. ഒരടി കിട്ടിയപ്പോൾ അവർ നേരെയായി. അപ്പോൾ ഒരു അടിയുടെ കുറവ് ഉണ്ടായിരുന്നു. അത് ഇടത്തെ കൈ കൊണ്ട് തന്നെ കിട്ടുകയും ചെയ്തു. അതേപോലെ ഇവിടെ ഇടത്തെ ചിറകുകൊണ്ട് ഒരു താടനം കിട്ടിയപ്പോൾ കാളിയന് മതിയായി. കാളിയൻ്റെ അഹങ്കാരം അവശേഷിച്ചു, തീരെ ശോഷിച്ചു.
പതുക്കെ അവിടെ നിന്ന് രക്ഷപ്പെടണം. കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ അടുത്ത അടിക്ക് ജീവൻ പോകും. അവിടെ ഓടി രക്ഷപ്പെട്ടത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നേരെ കാളിന്തിയിലെത്തി. കാളിന്തിയിലെത്തി ഈ കയത്തിൽ ഇറങ്ങി കിടന്നു. അപ്പോൾ ഇവിടെ വേറൊരു സംശയം, ഗരുഡൻ അവിടെയും പോയിക്കൂടെ? എന്താ ഗരുഡൻ പോകാത്തത്? അതിൻ്റെ പുറകിൽ വേറൊരു കഥയുണ്ട്. ഏത് ദിക്കിലും ഗരുഡന് നിസ്സാരമായിട്ട് തടസ്സമില്ലാതെ പോകാൻ സാധിക്കും. കാരണം ഭഗവാന്റെ വാഹനമാണ്. ഭഗവാൻ എവിടെ പോകാൻ പറഞ്ഞാൽ അവിടെ പോകണം. പക്ഷേ ഈ കാളിന്തിയിൽ മാത്രം എന്തുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ശാപകഥയുണ്ട്. ആ ശാപകഥയും രസകരമാണ്. സൗരഭി എന്നൊരു മഹർഷി. അപ്പോൾ ഈ സൗരഭി മഹർഷി ഭഗവത് സേവാതൽപരനായിട്ട് 12 വർഷത്തോളം കാളിന്തിയിലിറങ്ങി തപസ് ചെയ്തു. എന്താ വീട്ടിൽ ഇരുന്ന് തപസ് ചെയ്തുകൂടെ? നാട്ടിലെവിടെയെങ്കിലും ഇരുന്ന് തപസ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ കാട്ടിൽ പോയി തപസ് ചെയ്തുകൂടെ? വെള്ളത്തിലിറങ്ങി തന്നെ ചെയ്യണോ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ സംശയം വരും. എന്താണ് കാരണം? അതായത് ഇപ്പോൾ കാട്ടിലോ നാട്ടിലോ വീട്ടിലോ ഒക്കെ ഇരുന്ന് തപസ് ചെയ്ത ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലുമൊക്കെ അടുത്തൂടെ വരും. വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ വാസനകൾ വീണ്ടും ഉണരും. ഇപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭാര്യ, മക്കൾ അവർ പല ആവശ്യങ്ങൾ ഉന്നയിക്കും. അതിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യണം. തപസ്സിന് ഭംഗം വരും. എന്നാൽ കാട്ടിൽ പോയിരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ വെറുതെ വിടുമോ? അതിൽ പോകുന്നതിനും വരുന്നതിനും എല്ലാം എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമുക്കൊക്കെ അനുഭവമാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് ചോദിക്കും, എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അതിന് ഉത്തരം പറയേണ്ടി വരും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. വെള്ളത്തിലാണെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. അപ്പോൾ വെള്ളത്തിലിറങ്ങി അദ്ദേഹം തപസ് ചെയ്ത് തുടങ്ങി. പക്ഷെ അതിന് വേറൊരു കുഴപ്പം പറ്റി. അദ്ദേഹത്തിന് ചുറ്റും മീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പം അതിൽ ഇങ്ങനെ അവർ രസമായിട്ട് ഇങ്ങനെ കളിക്കുന്നു. ആൺമീൻ, പുരുഷ മീനുണ്ട്, സ്ത്രീ മീനുണ്ട്, ആണ് പെണ്ണ് എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവയോടൊരു പ്രിയം തോന്നി. തനിക്ക് ചുറ്റും ഇങ്ങനെ കളിക്കുന്ന കണ്ട കളിയൊക്കെ കാണാൻ രസമുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെയും സംഘം വന്നു എന്നുള്ളതാണ്. അപ്പോൾ പഴയ വാസനകളെല്ലാം അദ്ദേഹത്തിന് വീണ്ടും ഉണ്ടായി. കാരണം ഈ മീനുകളെല്ലാം ഫാമിലിയായിട്ടാണ് ഇങ്ങനെ കളിക്കുന്ന ഇവിടെ. അപ്പോൾ ഒരു ഫാമിലി അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗരുഡൻ അതിലെ വന്നു. ഗരുഡനാണെങ്കിൽ അങ്ങേയറ്റം വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. കാളിന്തിയിൽ വന്നു ഒരു മീനിനെ കൊത്തിയെടുത്ത് തിന്നു. അപ്പോൾ മീനിനെ കൊത്തി തിന്നപ്പോഴത്തേക്കും ഇത് സൗരഭം മുന്നിൽ കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഒരു വലിയ മീനായിരുന്നു. ആ മീന് അവരുടെയൊക്കെ ഒരു ലീഡറാണ്, നേതാവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും മറ്റു മീനുകളൊക്കെ വന്ന് ഈ സൗരഭി മഹർഷിയോട് പറഞ്ഞു, മഹർഷി ഞങ്ങളെ രക്ഷിക്കണം, ഗരുഡ ഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് സൗരഭ മഹർഷി ആലോചിച്ചു. ഈ പരദുഃഖം സ്വന്തം ദുഃഖമായിട്ട് കരുതുന്ന ആൾക്കാരാണ് മഹാത്മാക്കൾ. അപ്പോൾ സൗരഭി മഹർഷി വലിയൊരു മഹാത്മാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പാവം ഈ മീനുകളെയൊക്കെ ഗരുഡൻ ഇങ്ങനെ ഉപദ്രവിച്ചാൽ എന്തു ചെയ്യും? അവയെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഒന്ന് ശപിച്ചു. ഗരുഡനോട് പറഞ്ഞു, ഈ കാളിന്തിയിലെത്തി മത്സ്യാദി പ്രാണികളെ ഭക്ഷിക്കുകയാണെങ്കിൽ അപ്പം തന്നെ നിനക്ക് ജീവഹാനി സംഭവിക്കും. അപ്പോൾ ഇവിടെ മത്സ്യാദി പ്രാണികൾ എന്നാണ് പറഞ്ഞത്. മത്സ്യങ്ങളെ മാത്രമാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാളിയനെ വേണമെങ്കിൽ ഒന്ന് അറ്റാക്ക് ചെയ്യാം. കാളിയും മത്സ്യമില്ലല്ലോ. പക്ഷേ മത്സ്യാദി പ്രാണികൾ എന്ന് പറഞ്ഞപ്പോൾ മത്സ്യമടക്കമുള്ള മറ്റ് പ്രാണികളും അതിനകത്ത് വരുന്നതുകൊണ്ട് കാളിയൻ വളരെ സുരക്ഷിതനായിട്ട് അവിടെ വന്ന് താമസം തുടങ്ങി. അപ്പോൾ ഗരുഡൻ്റെ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ. ഇതാണ് അവരുടെ
അവൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് മറ്റ് സർപ്പങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിച്ചാൽ ആരും അറിഞ്ഞില്ല. വളരെ രഹസ്യമായിട്ടാണ്. കാളിയൻ മാത്രം അറിഞ്ഞു. കാളിയൻ വന്നു, സ്വന്തം രക്ഷ മാത്രം കരുതി. ഭാര്യമാരുണ്ട്, അവരെയും മറ്റ് ചില ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് അവിടെ വന്ന് താമസം തുടങ്ങി. ഇവിടെ നമുക്ക് തത്വവിചാരം ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഈ മഹർഷി ചെയ്ത കാര്യം ശരിയാണോ? മീനുകളോട് തോന്നിയ ഒരു കരുണ കാരണമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പക്ഷേ ഇത് ഒരു വലിയ ഉപദ്രവമായി തീർന്നു. ഇതൊരു വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. എന്താ ഉണ്ടാക്കിയത്? കാളിയനെ പോലെ കൊടിയ വിഷമുള്ള ഒരു സർപ്പം വന്ന് താമസിച്ച് ആ നദിയെ മുഴുവനും നശിപ്പിച്ചു. അപ്പോൾ വിഷം കലർന്നു കഴിഞ്ഞാൽ മറ്റുള്ള മീനുകൾക്ക് ജീവിക്കാൻ പറ്റുമോ അവിടെ? അപ്പോൾ എന്താ, മഹർഷി അതൊന്നും ആലോചിച്ചില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കാരുണ്യമുണ്ടായി. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തു. അദ്ദേഹം ചെയ്ത കാര്യം, വേറൊരു കാര്യമുണ്ട്. ഗരുഡൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നതാണ് മത്സ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണത്തെ ഈ പ്രാണി ഭക്ഷണ നിരോധം ചെയ്താൽ അത് ശരിയാണോ? ഗരുഡൻ ചെയ്തത് തെറ്റല്ല. കാരണം ഗരുഡൻ്റെ ആഹാരമാണ് മത്സ്യം. ഗരുഡൻ വന്നു മത്സ്യത്തെ കൊത്തിത്തിന്നു. അതിൽ അസ്വാഭാവികതയൊന്നുമില്ല, അതിനകത്ത് പാപവുമില്ല. പക്ഷേ ഈ പ്രാണി ഭക്ഷണ നിരോധം ചെയ്തതിലൂടെ ഈ മഹർഷി ചെയ്തത് ഉചിതമായ കാര്യമാണോ, അത് ഒരു മുനിക്ക് ചേർന്നതാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അസ്ഥാനത്ത് കാണിച്ച കാരുണ്യം കൊണ്ട് ചില ആൾക്കാർക്ക് ചില കുഴപ്പങ്ങളൊക്കെ വരാറുണ്ട്. നമുക്കൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചില ആൾക്കാരോട് വലിയ കാരുണ്യം തോന്നിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവസാനം അത് നമുക്ക് തന്നെ പാരയായി വരുന്ന എത്രയോ സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ സഹായിക്കുന്ന ആളായിരിക്കും നിങ്ങളുടെ കാലം ആദ്യം വരുന്നത്. ഇവിടെ അങ്ങനെയല്ല എങ്കിൽ പോലും ഇത് വേറൊരു മറ്റുള്ള കൂട്ടർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ തപശക്തി നശിച്ചു. 12 വർഷം ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് നേടിയ തപശക്തി മുഴുവനും നശിച്ചുപോയി. അദ്ദേഹം വീണ്ടും സംസാര ബന്ധന പീഡനം അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹം തിരിച്ചുപോയി ഭാര്യ കുട്ടികൾ അങ്ങനെ വീണ്ടും ആ ബുദ്ധിമുട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഓർക്കണമായിരുന്നു, ഗരുഡൻ എന്ന് പറയുന്നത് ഭഗവത് വാഹനമാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹത് വ്യക്തി, അദ്ദേഹത്തിന് ജാതിക്ക് ഉചിതമായ ഭക്ഷണം സ്വീകരിച്ചപ്പോൾ അതിനെ തടയാൻ പാടില്ലായിരുന്നു. ഈ ഒരു കാര്യം ഏതായാലും സൗരഭി മഹർഷി ഓർത്തില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തപശക്തിയിലുള്ള അഹങ്കാരമായിരിക്കാം അതിന് കാരണം. അപ്പോൾ തപശക്തിയിൽ അഹങ്കരിക്കുമ്പോൾ ആ തപശക്തി ഇല്ലാതായാലോ? അതാണ് ഇവിടെ സംഭവിച്ചത്. ഏതായാലും ഗരുഡനിൽ നിന്നുള്ള ഭയം മാറി. കാളിയൻ തൻ്റെ പത്നിമാർ അതേപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ആയിട്ട് ആ കയത്തിൽ വന്ന് താമസം തുടങ്ങി. അപ്പം ഇങ്ങനെ നശിച്ച കാളിന്തിയെ എങ്ങനെ നിർമ്മലമാക്കും? ഇതാണ് ഭഗവാന്റെ ചിന്ത. ഏതായാലും ഭഗവാൻ എന്ത് ചെയ്തു? ഒരു തീരുമാനമെടുത്തു. അടുത്തു നിന്നിരുന്ന ഒരു കടമ്പ് വൃക്ഷമുണ്ട്, അതിൽ കയറി തൻ്റെ വസ്ത്രം മുറുക്കി ഉടുത്തു, കൈകൾ കൊട്ടിക്കൊണ്ട്. അത് കാരണം ഒരു ജലത്തിൽ ചാടുകയാണ്. ജലത്തിൽ ചാടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ വെള്ളത്തിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. വെറുതെ ചാടുകയല്ല, ചാടി ഊക്കോടെയാണ് ചാടിയത്. ഊക്കോടെ ചാടിയപ്പോഴത്തേക്കും ഈ ഭഗവാന്റെ ഭാരം ഘനം കാരണം ഭയങ്കരമായ ഓളങ്ങളുണ്ടാവുകയാണ്. ഇനി കടമ്പിൻ്റെ കാര്യം പറയാം. ഈ കടമ്പ് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് അതിനുള്ള ഭാഗ്യം കിട്ടിയ കടമ്പാണത്. എത്രയോ വൃക്ഷങ്ങളും ചെടികളും പുല്ലുകളും എല്ലാം വിഷവാതമേറ്റ് കരിഞ്ഞ നിലയിലാണ്. പക്ഷെ കടമ്പ് മാത്രം കരിഞ്ഞിട്ടില്ല. അല്പം കരിവുണ്ട്, പക്ഷെ മൃതപ്രായമായിട്ടില്ല. ഭഗവാന്റെ പാദസ്പർശമേറ്റപ്പോൾ അത് തളിർത്തു അത്രേ. നോക്കൂ, ആ കടമ്പിൻ്റെ ഭാഗ്യം നോക്കൂ. പിന്നെ അതിന് പുറകിൽ വേറൊരു കഥയുണ്ട്.
സ്വർഗത്തിൽ നിന്നും ഗരുഡൻ അമൃത കലശവുമായിട്ട് വരികയാണ്, തൻ്റെ അമ്മയെ മോചിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കടമ്പിൽ അല്പനേരം ഇരുന്ന് വിശ്രമിച്ചു അത്രേ. അപ്പോൾ ആ കലശത്തിൽ നിന്ന് 2-3 തുള്ളികൾ അവിടെ ഇവിടെയൊക്കെ വീണ് ആ കടമ്പ്, അതിൻ്റെ ജീവൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ കടമ്പിന് പോലും ഭഗവാന്റെ പാദസ്പർശമേറ്റപ്പോൾ അത് തളിർത്തു, അതിന് ജീവൻ തിരിച്ചു കിട്ടി. ഇങ്ങനെ ഭഗവത് പാദം എവിടെയൊക്കെ പതിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യപൂർണമായിട്ടുണ്ട്. പൂക്കാത്ത ചെടികൾ പൂക്കും, കായ്ക്കാത്ത മരങ്ങൾ കായ്ക്കും, ധാരാളം വിളവുകൾ ഉണ്ടാവും, ധനധാന്യ സമ്പത്ത് വർദ്ധിക്കും. ഇതിന് ആധുനിക കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 1-2 കാര്യങ്ങൾ പറയാം, നിങ്ങൾക്കത് കാണാൻ പറ്റും. അതുകൊണ്ടാണ്. ഒന്നാമതായിട്ട് ഈ യമുനാ തീരത്തുള്ള ഈ കടമ്പ് ഇപ്പോഴുമുണ്ട്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയി ഈ കടമ്പ് കണ്ടതാണ്. ഇപ്പോഴും നിൽക്കുന്നു. ഇത്രയും 5000 വർഷങ്ങൾക്ക് ശേഷവും വൃന്ദാവനത്തിൽ യമുനാ തീരത്ത് ഈ കടമ്പ് വൃക്ഷം നിൽക്കുന്നുണ്ട്. സാധിക്കുന്നവരതൊന്ന് പോയി കാണണം. രണ്ടാമത് ഒരു ഉദാഹരണം പറയാം. മഹാരാഷ്ട്രയിൽ ഷിർദി എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആ ഗ്രാമം ഈ മഹാരാഷ്ട്രയിലെ ഏറ്റവും വളരെ മോശമായ ഒരു ഗ്രാമമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യം, അവിടെ ഒരു വിളവും ഉണ്ടാവില്ല, ധനധാന്യ സമ്പത്തൊന്നുമില്ല, ആളുകൾക്ക് ജീവിക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ള ഗ്രാമത്തിൽ ഏതാണ്ട് ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു ഋഷി അവിടെ വന്നു. അദ്ദേഹമാണ് സായിബാബ. ഈ സായിബാബ അവിടെ വന്ന് അവിടെ താമസം തുടങ്ങിയതോടുകൂടി അദ്ദേഹം എവിടെ വന്നു എന്ന് ആർക്കും അറിയില്ല. 16 വയസ്സുള്ളൊരു ബാലനായിട്ടാണ് അവിടെ വരുന്നത്. അവിടെ വന്നിട്ട് അദ്ദേഹം കാലുകുത്തിയ ദിവസം മുതൽ ആ ഗ്രാമം വളരെ 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 സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങി. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ ഷിർദി സായിബാബ ക്ഷേത്രത്തിൽ ഒന്ന് പോവുകയുണ്ടായി. കാണേണ്ട കാഴ്ചയാണ്. അതൊരു വലിയ നഗരമായിട്ട് മാറിയിരിക്കുകയാണ്. മാത്രമല്ല സായിബാബ ഇന്ന് ലോക പ്രശസ്തനായ ഒരു ഋഷിവര്യനാണ്. എല്ലാവരും ആരാധിക്കുന്ന ഒരു ഋഷിവര്യനാണ് സായിബാബ. സാധിക്കുമെങ്കിൽ അവിടെ ഒന്ന് പോയി കാണണം നിങ്ങൾ. ഇനി മൂന്നാമത് വേറൊരു ഉദാഹരണം പറയാം. പുട്ടപ്പർത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സത്യസായിബാബയാണ് അവിടെ ജനിച്ചതാണ്. അവിടെ ഒരു കാലഘട്ടത്തിൽ ഒരു വിളവുമില്ല. ചിത്രാവതി എന്നുള്ള ഒരു നദിയുണ്ട്, അതിൽ വെള്ളം കുറവാണ്. അവിടെ ആണെങ്കിൽ എപ്പോഴും സർപ്പത്തിൻ്റെ പുറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുട്ടവർദ്ധിനി എന്നാണ് തെലുങ്കിലത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പുറ്റുകളുള്ള ഒരു സ്ഥലത്ത് സത്യസായി ബാബ എന്നുള്ള മഹാൻ അവതരിച്ചു. അതിനുശേഷം അതിനുണ്ടായ മാറ്റം അതിഗംഭീരമാണ്. ഇന്ന് ലോകപ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി, സർവകലാശാല അവിടെയുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ ഒരു ആശുപത്രി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത മനസ്സിലാകും. ദൂരെ ഒന്നും പോണ്ട, ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ അടുത്ത ജില്ലയിൽ അമൃതപുരിയിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ. എന്തൊരു മാറ്റമാണ് ഒരു കടൽ തീരത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഉണ്ടായ മാറ്റം. അതൊന്ന് ശ്രദ്ധിക്കൂ. ഇങ്ങനെ മഹാന്മാർ അവതരിക്കുന്ന സ്ഥലങ്ങളിൽ, അവരുടെ കാല് കുത്തുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഐശ്വര്യം ഉണ്ടാവും, യാതൊരു സംശയമില്ല. വെറുതെയാണ് ആൾക്കാർ ഇതൊന്നും കാണാതെയും പഠിക്കാതെയും വിമർശിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പരിഹസിക്കും. ആൾ ദൈവങ്ങൾ എന്നൊന്നില്ല, എല്ലാ ആളുകളും ദൈവമാണ്. അതാണ് തത്വമസി. അങ്ങനെ ഇരിക്കെ നമ്മളിപ്പോൾ മറ്റുള്ളവരെ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലായിടത്തും പോയി നോക്കണം, നോക്കി കണ്ടു പഠിക്കണം. ഈ ഒരു സന്ദേശം നിങ്ങൾ പ്രചരിപ്പിക്കൂ എല്ലാവരോടും. അങ്ങനെ ഏതായാലും ഭഗവാന്റെ പാദപല്ലവ സ്പർശം അതിൻ്റെ സുഖമേറ്റപ്പോൾ ആ കടമ്പിന് കോരിത്തെരിച്ചു. അങ്ങനെ കടമ്പ് വീണ്ടും തളിർത്തു. ഭഗവാൻ ഇങ്ങനെ ചാടിയപ്പോൾ, ഭഗവാൻ സകല ലോകങ്ങളും തൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന ആളാണ്. അപ്പോൾ ഒന്ന് ഖനം ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വീഴ്ചയുടെ ഖനം. ആ ഖനം കാരണം കാളിന്തിയിൽ ആ കയം ഇങ്ങനെ കലങ്ങി മറിഞ്ഞു, ഭയങ്കര ശബ്ദമുണ്ടായി. അതോടൊപ്പം തന്നെ വെള്ളം ഇങ്ങനെ 100 വിൽപ്പാട് ഒഴുകിയത്രേ, അത്രയും ഭാഗം മുങ്ങി. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക അതിൻ്റെ ആ ഒരു ഖനം എത്രയാണെന്നുള്ളത്.
അത് കഴിഞ്ഞിട്ട് കൈകൾ വെള്ളത്തിൽ അടിച്ച് അത്യുച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയാണ് ഭഗവാൻ. സാധാരണ ഈ കാട്ടാനകളൊക്കെ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് ഈ ചില കുളങ്ങൾ അല്ലെങ്കിൽ ചില നദികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഭഗവാൻ ഇങ്ങനെ ഒരു മത്തഗജം പോലെ അതിൽ കിടന്ന് കളിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? എന്തിനായിരിക്കാം? കാളിയനെ ഒന്ന് പ്രകോപിപ്പിക്കണം. കാളിയം വന്നാലല്ലേ അടുത്ത കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ട് കാളിയനെ വരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. ഈ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ, കോപം കൊണ്ട് വിവേകം നശിച്ച കാളിയൻ വെള്ളത്തിൽ പൊങ്ങി വരുന്നു. അപ്പോൾ ഈ ക്രോധം വരുമ്പോൾ, ക്രോധത്തിനൊരു പ്രത്യേകതയുണ്ട്. ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മ കാണത്തില്ല. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, ക്രോധാത് ഭവതി സമ്മോഹ, സമോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധം വന്നു കഴിഞ്ഞാൽ മനസ്സിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണ് സമ്മോഹം എന്ന് പറയുന്നത്. മനസ്സ് മോഹിച്ചു പോകുമ്പോൾ വേറെ ഒന്നും ഓർക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സ്മൃതിഭ്രംശം, ഓർമ്മയേ ഉണ്ടാവില്ല. സ്മൃതിഭ്രംശം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിനാശമാണ്. ബുദ്ധിയില്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചാലോ അത് നാശമുണ്ടാക്കും. കാളിയനും ഇത് തന്നെ സംഭവിച്ചു. ഇവിടെ നമ്മൾ എപ്പോഴും തത്വവിചാരം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എന്തുകൊണ്ടാണ് ഒരു കഥയിൽ ഒരു കഥാപാത്രം ഈ രീതിയിൽ പ്രവർത്തിച്ചത്? ക്രോധം കൊണ്ടാണ് കാളിയൻ ഇങ്ങനെ പ്രവർത്തിച്ചത്. ഭഗവാനെ നശിപ്പിച്ചു കളയാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി അവൻ ഇങ്ങനെ വരികയാണ്. 1000 ഫണങ്ങളുണ്ട്, ഒരു 1000 കൊടുമുടികളുള്ള ഒരു നീലാഞ്ജനം പോലെ കാളിയൻ ഇങ്ങനെ വരുന്ന കാഴ്ച ഭഗവാൻ കണ്ടു. ഭഗവാൻ ഇതൊക്കെ ഒരു രസമാണ്, കണ്ടു നിൽക്കുകയാണ്. ഇതെല്ലാം തീപ്പൊരി ചിതറുന്ന കണ്ണുകൾ, നാവുകളെല്ലാം പുറത്തു വന്നിരിക്കുന്നു, വിഷം ചീറ്റുകയാണ്, വിഷവാതമാണ് പുറത്തേക്ക് വായിൽ നിന്നും വരുന്നത്. ഇങ്ങനെയുള്ള കൊടിയ സർപ്പത്തെ ഭഗവാൻ വളരെ ലാഘവത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുന്നു. അവനെങ്ങനെ ശ്രീകൃഷ്ണൻ്റെ സുകുമാരമായ ദേഹത്തിൽ ചുറ്റി വരികയും മർമ്മസ്ഥാനങ്ങളിൽ കടിക്കുകയും ചെയ്യുന്നു. ഭാഗവതത്തിൽ ഇത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: തം പ്രേഷണീയ സുകുമാരഖനാവഭാതം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തമതി അപ്രതിഭയം കമലോദ്രാംഗ്യം സന്ദശ്യ മർമ്മസുരുഷാ ദുജയാ ചഛാദ. ചഛാദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി വരികയാണ്, ഭഗവാന്റെ ശരീരത്തെ ഇങ്ങനെ വരിഞ്ഞു. അപ്പോൾ ഭഗവാന്റെ മനോഹരമായ രൂപം കാണുകയാണ് അവൻ. പീതവസനം, ശ്രീവത്സം എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചോദ്യം വരുന്നുണ്ട്. ഇവൻ ഭയങ്കര പാപിയാണ്, കൊടിയ പാപിയാണ് കാളിയൻ. പക്ഷേ ഭഗവാന്റെ ഈ ദർശന ഭാഗ്യം എങ്ങനെ കിട്ടി? അവൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ് അത് കിട്ടിയത്? നമുക്കറിയില്ല. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് വിദ്വേഷഭക്തി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന് ഉദാഹരണം ധാരാളമുണ്ട്. കംസൻ തന്നെ ഒരു ഉദാഹരണമാണ്, രാവണൻ മറ്റൊരു ഉദാഹരണമാണ്, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എടുത്തു നോക്കൂ. അവരൊക്കെ എപ്പോഴും ഭഗവാനെ ഇങ്ങനെ വിദ്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു ശത്രുവിനെ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, ആ ശത്രുവിനോടുള്ള ആ ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും ആ ശത്രുവിനെ ആയിരിക്കും മനസ്സിൽ ഓർക്കുക. അങ്ങനെ ഭഗവാനെ ഓർക്കാനുള്ള ഒരു ഭാഗ്യം ഒരുപക്ഷെ ഭഗവാനോട് ശത്രുത ഒന്നുമില്ലാത്ത നമ്മളെപ്പോലെ ആൾക്കാരെക്കാളും ഭക്തി ഒരുപക്ഷെ അവർക്കുണ്ടാവും. അങ്ങനെ വിദ്വേഷഭക്തി കാരണമായിരിക്കാം ഈ സുകുമാരമായ ഈ കളേബരത്തെ ഒന്ന് ചുറ്റി വരിയാനും ഒക്കെ സാധിച്ചത്. ഇനി ശ്രീകൃഷ്ണനെ ആ മഹാസർപ്പം കടിക്കുകയാണ്, ദേഹത്താകെ ചുറ്റുന്നു. അങ്ങനെ സർപ്പബന്ധത്തിൽ അകപ്പെട്ടനായിട്ട് ഭഗവാൻ ഇങ്ങനെ ഭാവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ചുറ്റും ശരീരത്തെ ബന്ധിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ നിൽക്കുന്നു. ഇത് കണ്ട ഗോപന്മാർ, അതേപോലെ പശുക്കളെല്ലാം കണ്ണീരൊലിപ്പിക്കുകയാണ്. കാരണം ഭഗവാന്റെ ഈ ഒരവസ്ഥ കാണുമ്പോൾ ആർക്കാണ് കണ്ണീര് വരാത്തത്? അവ കണ്ണീരൊലിപ്പിച്ച് ഉറക്കെ കരയുന്നു. കാരണം പാവപ്പെട്ട ഈ ഗോപബാലന്മാർക്ക് ശ്രീകൃഷ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരനാണ് എന്നുള്ളതിൽ കവിഞ്ഞൊന്നും അറിയില്ല.
പക്ഷേ തങ്ങളുടെ നേതാവാണ്, എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്, തങ്ങളെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ കൃത്യമായ ഒരു അറിവ് ഭഗവാനെക്കുറിച്ച് ഈ പാവപ്പെട്ട നിഷ്കളങ്കരായ ഗോപന്മാർക്കില്ല. അവർ കരയാൻ തുടങ്ങി. ചിലരാകട്ടെ ബോധം കെട്ട് താഴെ വീണു. പശുക്കൾക്ക് പോലും ബോധക്കേട് വരുന്ന രീതിയിലാണ് സംഭവിച്ചത്. ഗവോവൃഷാ വത്സതര്യക്രന്ദമാനാഃ സുഖദുഃഖിതാഃ കൃഷ്ണേന്യസ്തേക്ഷണാഭീതാ ഹൃദത്യൈവ സ്ഥിരേ എന്നാണ് പറയുന്നത്. ഭഗവാനെ നോക്കിക്കൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പശുക്കളും അതുപോലെ തന്നെ കാളകളും കോവറകഴുതകളും എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട്. ഈ സമയത്ത് ഗോകുലത്തിൽ ചില ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി, ഭയങ്കരമായ ദുർലക്ഷണങ്ങൾ. ഈ ദുർലക്ഷണങ്ങൾ 3 തരത്തിലാണ് കണ്ടത്. ഒന്ന്, ഒരു ഭൂമി കുലുക്കം പോലെ ഭയങ്കര ശബ്ദവുമൊക്കെ ഉണ്ടാകുന്നു. പിന്നെ കൊള്ളിയാൻ മിന്നുകയാണ്. പിന്നെയുള്ളത് സ്വദേഹത്തിൽ ഇടത് ഭാഗം, ഇടത്തെ കണ്ണ്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വിറയ്ക്കുക, അത് ഉണ്ട്. ഈ ഘോര ലക്ഷണങ്ങളെല്ലാം ഏകകാലത്തിൽ എല്ലാ ഗോപന്മാരും കണ്ടു. നന്ദഗോപർ ആളുകളുമായിട്ട് ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുർലക്ഷണങ്ങൾ വരുന്നത്? ശ്രീകൃഷ്ണൻ ബലരാമനോടുകൂടി അല്ലാതെ ഇന്ന് പശുക്കളെ മേക്കാൻ പോയിട്ടുണ്ട്, എന്തെങ്കിലും ആപത്തിൽപ്പെട്ട് കാണുമോ എന്നുള്ള ആശങ്ക. ആ ഭയം കാരണം നന്ദഗോപർ വളരെ ദുഃഖിതനായി. ശ്രീകൃഷ്ണൻ ജീവഹാനി വന്ന് കാണുമോ എന്ന് പോലും ചില ഗോപന്മാർ കരുതി. അപ്പോൾ ഇതെല്ലാം ഭഗവാനോടുള്ള അതിസ്നേഹത്തിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൃഷ്ണനെ തേടി ഗോകുലത്തിലേക്ക് പുറപ്പെടുകയാണ്. ഗോകുലത്തിൽ നിന്ന് പുറപ്പെട്ടു കാളിന്തി തീരത്തിലേക്ക് പോവുകയാണ്. ബലരാമൻ മാത്രം ഒന്നും മിണ്ടുന്നില്ല. ഉള്ളാലെ ചിരിക്കുകയാണ് ബലരാമൻ. കാരണം ബലരാമൻ അറിയാം ഭഗവാൻ കാളിയബദ്ധനാണ്, വേറെ ഒരു കുഴപ്പവും വരാനില്ല, ഒരു പ്രശ്നവും ഭഗവാൻ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ ഗോപന്മാർ നോക്കുന്നു ഭഗവാൻ ഏത് വഴിക്കാണ് പോയത്. അപ്പോൾ ഭഗവാന്റെ കാലടിയിൽ വജ്രമുണ്ട്, അങ്കുശമുണ്ട്, ശംഖമുണ്ട്, ചക്രമുണ്ട്, മത്സ്യമുണ്ട്, ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ ഭഗവാന്റെ കാലടികളിലുണ്ട്. ഈ കാലടികളെല്ലാം കണ്ടുകൊണ്ട് അവയെ നോക്കി കാളിന്തി തീരത്തേക്ക് പോവുകയാണ് ഈ ഗോപന്മാർ. അപ്പോൾ ഈ പാദന്യാസം തൻ്റെ ദിവ്യാഭരണങ്ങളാണ് എന്ന് കരുതി ഭൂമിദേവി സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് ഒരു സംശയം ജനിപ്പിക്കുമാറ് ഒരു വിവരണം ഭാഗവതത്തിൽ ഉണ്ട്. അങ്ങനെ യമുനാ തീരത്ത് എത്തിച്ചേരുകയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഘോരമായ ഒരു കാലസർപ്പം ഭഗവാനെ വരിഞ്ഞിരിക്കുന്നത് കാണാം. പലരും മോഹാലസ്യപ്പെട്ടു. ഗോപസ്ത്രീകളാട്ടെ തങ്ങളുടെ പ്രേമസ്വരൂപൻ ഈ ലോകം വിട്ടു പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാതെ ആയി. അവർ കരുതുന്നു ഭഗവാൻ ഇല്ലാത്ത ഈ ലോകം എന്തിന്, 3 ലോകങ്ങളും ശൂന്യമായിട്ട് അവർക്ക് തോന്നി. കാരണം സത്യം, ജ്ഞാനം, ആനന്ദം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിറഞ്ഞ ലോകം ഇല്ലാതാകുന്ന ഒരു നിമിഷം ഭഗവാന്റെ ഈ ലോകത്തിൽ നിന്നുള്ള ഗമനമാണ് എന്നവർക്ക് തോന്നി. അവർ കാളന്തിയിലേക്ക് ചാടാൻ തുടങ്ങിയ യശോദയെ മറ്റു ഗോപസ്ത്രീകളെല്ലാം കൂടെ പിടിച്ചു നിർത്തി. ഈ ഗോപസ്ത്രീകൾ തന്നെ ഒരുമാതിരി മരണപ്പെട്ട് നിൽക്കുന്ന പോലെയാണ്, നിർജീവ ശരീരങ്ങളായിട്ടാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും അവർ യശോദയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ ഭഗവാൻ എത്ര അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. പൂതനാമോക്ഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതേപോലെ തന്നെ എന്താണ് ശകടാസുരവധം, തൃണാവർത്തനെ വധിച്ചത്, ധേനുകാസുരവധം, ഇങ്ങനെയുള്ള എത്രയോ അത്ഭുതങ്ങൾ ഭഗവാൻ കാണിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ നന്ദഗോപനും മറ്റു ഗോപന്മാരും കൂടെ ആ ഹൃദയത്തിലേക്ക് ചാടാൻ തുടങ്ങുകയാണ്. അവിടെ വീണ്ടും വിചാരമില്ലാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഉടൻ തന്നെ ബലരാമൻ അവരെ തടയുന്നു. എന്നിട്ട് പറയുന്നു, നിൽക്കൂ, നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കൂ, ഭഗവാൻ സർപ്പത്തെ ജയിച്ച് മുകളിലേക്ക് കയറി വരും. ശ്രീകൃഷ്ണൻ്റെ ആലിംഗന സുഖം നിങ്ങൾക്ക് അനുഭവിക്കണ്ടേ? നിങ്ങൾ കാളിന്തിയിലേക്ക് ഇറങ്ങിയാൽ അത് നിങ്ങൾ സ്വയം നശിക്കും. അത് കഴിഞ്ഞാൽ ഭഗവാനെ കാണാനുള്ള ഒരു അവസരം, ഭഗവാനെ ലാളിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുമോ? എന്ന് പറഞ്ഞ് ബലരാമൻ അവരെ തടഞ്ഞു.
എന്തുകൊണ്ടാണ് ബലരാമൻ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ പരമാർത്ഥമായിട്ടുള്ള വൈഭവം എന്താണ് എന്ന് ബലരാമൻ അറിയാം. കാരണം ബലരാമനും അവതാരമല്ലേ, ആദിശേഷൻ്റെ അവതാരം, എല്ലാം അറിയാവുന്ന ആദിശേഷൻ ജ്ഞാനത്തിൻ്റെ നിറകൂടമാണ്. അദ്ദേഹത്തിനറിയാം, അദ്ദേഹം പൂർണ്ണ ഐശ്വര്യവാനാണ്. ഇങ്ങനെ ഇരിക്കെ ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും അച്ഛനമ്മമാരുടെയും അതേപോലെ ഗോക്കളുടെയും എല്ലാം ദുഃഖം കണ്ടിട്ട് ഭഗവാൻ ഉടനെ തന്നെ ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല, ഈ കളി നിർത്താം എന്ന് പറഞ്ഞ് ദേഹത്തിൽ ചുറ്റിയിരിക്കുന്ന സർപ്പത്തിൻ്റെ ദേഹം മുറിഞ്ഞു പോകുന്ന വിധത്തിൽ തൻ്റെ ഉള്ളിലെ പ്രാണനെ അടക്കി ആ പ്രാണവായുവിൻ്റെ ഒരു ബലപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ സർപ്പത്തിൻ്റെ ചുറ്റ് താനെ അഴിഞ്ഞു. കാരണം അതിന് പൊട്ടിപ്പോകും എന്നുള്ള ഒരു സ്ഥിതി വന്നു. അങ്ങനെ ഭഗവാന് സാധിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? മാത്രമല്ല, ഭഗവാനെ അനന്യഭക്തിയോടുകൂടി കാണുന്നവർക്ക് എപ്പോഴും ഭഗവാൻ അനുഗ്രഹം കൊടുക്കും, അതിനെ ഒട്ടും താമസിക്കാറില്ല. ഇവിടെയും അത് തന്നെയാണ് ഉണ്ടായത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അനന്യാസ് ചിന്തയന്തോ മാം യേജനാത് പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒരു പ്രതിജ്ഞ തന്നെയുണ്ട്. അതുകൊണ്ട് ഇനിയും ഇവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള വിചാരത്തോടുകൂടി ആ ചുറ്റഴിച്ചിട്ട് ചുറ്റും ഗരുഡനെ പോലെ ഇങ്ങനെ നീന്തുകയാണ് കാളിയന് ചുറ്റും. കാളിയനാണെങ്കിൽ കടിക്കാനായിട്ട് പുറകെ വരുന്നുണ്ട്. തൻ്റെ പടങ്ങൾ ഉയർത്തി അതിഘോരമായ ശ്വാസം പുറപ്പെടുവിച്ചുകൊണ്ട് വിഷജ്വാലകൾ തുപ്പിക്കൊണ്ട് അങ്ങനെ മുമ്പേ പോകുമ്പോൾ ഭഗവാൻ ഇങ്ങനെ മുമ്പേ പോകുന്നു, പുറകെ കാളിയനും വരുന്നു. അങ്ങനെ ചുറ്റിക്കാണ് ചെയ്യുന്നത്. ഗരുഡനെ പോലെ അതിവേഗത്തിൽ ഒരു പേടിയും കൂടാതെ ശ്രീകൃഷ്ണൻ വട്ടം ചുറ്റി എന്നാണ് പറയുന്നത്. കുറേ നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ദേഹം, പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷയിച്ചു, ബലമില്ലാതായി. ഭഗവാൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ പടത്തെ ഒന്ന് താഴ്ത്തി അവിടെ കയറി നിന്ന് നൃത്തം തുടങ്ങി. ഇതാണ് കാളിയമർദ്ദന നൃത്തം. അപ്പോൾ ഇളകിയാടുകയാണ് ഈ സർപ്പത്തിൻ്റെ ഫണങ്ങൾ. അങ്ങനെ ഇളകിയാടുന്ന ഒരു പ്രതലത്തിൽ നൃത്തം ചെയ്യാൻ എളുപ്പമല്ല. പക്ഷേ ഭഗവാന് സാധിക്കാത്ത ഒന്നുമില്ലല്ലോ, ഭഗവാനെ ആരും നൃത്തം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇളകുന്ന പ്രതലത്തിൽ ഭഗവാൻ മനോഹരമായ നൃത്തം ചെയ്തു. ഇങ്ങനെ ദുരഹങ്കാരികളായിട്ടുള്ള കാളിയന്മാർ മനുഷ്യരുടെ ഇടയിലുമുണ്ട്. സംസാരമാകുന്ന വിഷജലത്തിൽ അവരെ ഇട്ട് വട്ടം ചുറ്റിക്കും ഭഗവാൻ. അത് നിമിത്തം അനുഭവിക്കേണ്ടി വരുന്ന മഹാദുഃഖങ്ങളിൽ അവരുടെ സകല അഹങ്കാരവും നശിക്കും. കാളിയനെ ചെയ്തതുപോലെയാണ് മനുഷ്യരെയും ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ അവരെ തൻ്റെ പാദങ്ങൾക്ക് താഴത്ത് കൊണ്ടുവന്ന് തന്നെ ഭജിക്കാനുള്ള വിചാരം അവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതുവരെ അവർക്ക് ശിക്ഷകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ജനനം, മരണം, ഇങ്ങനെയുള്ള ചക്രത്തിൽ കൂടെ ഇട്ട് ജന്മസംസാരത്തിൽ കൂടെ അങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവസാനം അവർക്ക് ശിക്ഷകൾ എല്ലാം കഴിയുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമാകുമ്പോൾ, മനസ്സ് നിർമ്മലമാകുമ്പോൾ അവരെ അനുഗ്രഹിക്കും. താനഹം ദ്വിഷതക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യ അജസ്രം അശുഭാനാം ആസുരീഷ്വേസയോനിഷു എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. സഹജീവികളെ ദ്രോഹിക്കുന്ന ആൾക്കാരെ ഭഗവാൻ വെറുതെ വിടില്ല. അസത്തുക്കളെ ഞാൻ എപ്പോഴും സംസാരത്തിൽ തള്ളിയെറിയും, അവരെ ക്രൂരയോനികളിൽ ജനിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഒരു ഉദാഹരണമായിട്ട് കാളിയൻ വഴി നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ലീലകൾ, ഈ നൃത്തം തനിയെ ചെയ്താൽ പോരില്ല, ആരെങ്കിലും കാഴ്ചക്കാർ വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ദുർലക്ഷണങ്ങളെല്ലാം ജനിപ്പിച്ച് ഗോകുലത്തിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടത്. അപ്പോൾ കുറേ കാഴ്ചക്കാരൊക്കെ വന്നപ്പോൾ ഭഗവാൻ സന്തോഷമായി. നല്ല നൃത്തം, കാളിയൻ്റെ ഫണങ്ങളിൽ ഭഗവാൻ നടത്തിയ നൃത്തത്തിന് ആകാശത്ത് ഗന്ധർവ ആദി ദേവന്മാരും വാദ്യഘോഷങ്ങളാലും ഗീതങ്ങളാലും കമ്പടി സേവിച്ചു. പിന്നെ ദേവന്മാർ, ദേവസ്ത്രീകൾ ഇവരെല്ലാം സ്തുതിച്ചു, മുനിമാർ സ്തുതിച്ചു. അങ്ങനെ മനോഹരമായ ആ നൃത്തം തുടരുകയാണ്. ഇപ്പോൾ കാളിയന് അനേകം തലകളുണ്ട്. ഏതൊക്കെ തല ആണോ പൊങ്ങി നിൽക്കുന്നത് അവിടെ ഭഗവാൻ ചവിട്ടി താത്തും. അവരെല്ലാം
അങ്ങനെ ഓരോ തലയായിട്ട് താഴ്ത്തി സർപ്പത്തിൻ്റെ ശക്തി പൂർണ്ണമായും ക്ഷയിക്കത്തക്ക വിധം ചവിട്ടു. അങ്ങനെ വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ഒക്കെ രക്തം, വിഷസമ്മിശ്രമായ രക്തം പുറത്തു വന്നു. ഇവിടെ ഒരു തത്വവിചാരം നമുക്ക് നടത്താവുന്നതാണ്. ഗർവിഷ്ഠൻ്റെ തലയ്ക്ക് നല്ല അടി അത് ഭഗവാൻ കൊടുക്കും. അത് കൊടുത്തതിന് ശേഷം അനുഗ്രഹിക്കും. അങ്ങനെ അഹങ്കാരമുള്ളവർക്ക് ശ്രേയസിദ്ധി ഉണ്ടാവുകയില്ല. അപ്പോൾ ശിക്ഷാനുഭവം വന്നിട്ട് അവരുടെ ബുദ്ധിക്ക് ഒരു പരിഭാഗം വന്നതിന് ശേഷം ഭഗവാൻ അവരെ അനുഗ്രഹിക്കും. അങ്ങനെ ദുരഹങ്കാരയുക്തനാണെങ്കിലും കാളിയൻ മഹാഭാഗ്യവാനാണ്. കാരണം ഭഗവാന്റെ പാദം അവൻ്റെ തലയിൽ പതിഞ്ഞുവല്ലോ. ഭഗവത് പാദം ശിരസിൽ സ്പർശിക്കാനുള്ള ഭാഗ്യം അതിനേക്കാളും വലിയൊരു ഭാഗ്യം വേറെയില്ല. അഹങ്കാരം ശമിച്ച് ഭഗവത് പാദങ്ങളിൽ എന്നാണോ നമ്മളുടെ ശിരസ് നമ്മൾ ചേർക്കുന്നത്, അന്ന് ഭഗവാൻ നമ്മുടെ ശിരസിൽ അധിവസിക്കും എന്നാണ് ഈ കഥയിലൂടെ ഭാഗവതം പറയുന്നത്. ഏതായാലും കാളിയൻ്റെ അഹങ്കാരം ശമിച്ചു, ചോരത്തിളപ്പ് ശമിച്ചു, ഏതാണ്ട് മൃതപ്രായനായി. ആ സമയത്താണ് ഭഗവാന്റെ ഈ വൈഭവത്തെക്കുറിച്ച് അവന് ബോധ്യം വരികയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മനസ്സുകൊണ്ട് ധ്യാനിച്ച് ശരണം പ്രാപിച്ചു. ഈ സമയത്ത് കാളിയൻ്റെ പത്നിമാർ അവിടെ എത്തി. അവർ ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഈ സ്തുതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്തുതി മുനിമാർക്ക് പോലും പ്രാപിക്കാൻ പ്രയാസമുള്ള ഒരു മാർഗത്തെ പ്രതിപാദിക്കുന്ന സ്തുതികളാണ് ഇവർ ശ്രീകൃഷ്ണനോട് ചെയ്യുന്നത്. അതായത് ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? സകല രൂപത്തിൽ വേണോ അതോ നിഷ്കള രൂപത്തിൽ വേണോ എന്ന് മുനിമാർക്ക് പോലും നിശ്ചയമില്ല. ഈ രണ്ട് മാർഗങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ഭഗവാനെ നാഗപത്നിമാർ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നാരായണീയം ഓർക്കണം. ഒന്നാമത്തെ ദശകവും ഒന്നാമത്തെ ശ്ലോകവും രണ്ടാമത്തെ ശ്ലോകവും സകലവും നിഷ്കളവും സകലവുമായിട്ടുള്ള ആരാധനകളെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ഒന്നാമത്തെ ദശകത്തിൽ അവരെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു. ന നാഗപൃഷ്ടം ന ച സാർവഭൗമം ന പാരമേഷ്ട്യം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ വാഞ്ചിതന്തി യത് പാദരജഃ പ്രപന്നാഹ. അപ്പോൾ ആരുടെ പാദരജസ്സുകൾ, ആ ഭഗവാന്റെ പാദരജസ്സുകൾ ലഭിച്ചു കഴിഞ്ഞാൽ, അത് ആ ധൂളി ഏൽക്കാൻ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. സ്വർഗം വേണ്ട, ഭൂമി വേണ്ട, ഭൂമിയിലെ ചക്രവർത്തിയൊന്നും ആകണ്ട, ബ്രഹ്മപദം വേണ്ട, സത്യലോകത്തിൽ അധിപതിയായിട്ടിരിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ അവസ്ഥയുണ്ടല്ലോ അത് വേണ്ട, പിന്നെ പാതാളത്തിൻ്റെ ആധിപത്യം വേണോ അതും വേണ്ട, അണിമാതി സിദ്ധികൾ വേണമെന്ന് ചോദിച്ചാൽ ആ സിദ്ധികളും വേണ്ട, മോക്ഷം പോലും വേണ്ട എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു ആനന്ദ സമുദ്രത്തിൽ, ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ട് ഇരിക്കും. മോക്ഷം എന്നത് ദുഃഖരഹിതമായ ഒരു ആനന്ദാനുഭൂതിയാണ്. ഇതെല്ലാം ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അനായാസേന നമ്മുടെ കയ്യിൽ വന്നു ചേരും. അങ്ങനെ വന്നു ചേർന്നാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. സത്യത്തിൽ അതുതന്നെയല്ലേ മുക്തി അഥവാ മോക്ഷം എന്ന് പറയുന്നത്. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കാളിയന് ജീവദാനം നൽകുകയാണ് ഭഗവാൻ. ജീവദാനം നൽകുന്നതോടൊപ്പം തന്നെ ഒരു അനുഗ്രഹവും കൂടെ കൊടുക്കുന്നു. നീ രമണക ദ്വീപിൽ പോവുക, അവിടെ നീ സുഖമായി വസിച്ചു കൊള്ളുക, അവിടെ ഗരുഡൻ്റെ ഉപദ്രവം നിനക്കുണ്ടാവുകയില്ല. കാരണം എൻ്റെ പാദത്തിൻ്റെ അടയാളം നിൻ്റെ ഭണങ്ങളിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. അങ്ങനെ ഗരുഡൻ ഒരിക്കലും ഉപദ്രവിക്കാൻ സാധ്യതയില്ലാത്ത രമണക ദ്വീപിലേക്ക് കാളിയൻ തൻ്റെ പത്നിമാരോടും മറ്റ് സർപ്പങ്ങളോടും കൂടി കാളിന്തി വിട്ട് പോവുകയാണ്, സസന്തോഷം പോവുകയാണ്. ഇവിടെ കാളിയമർദ്ദനം എന്നുള്ള കഥ ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും ഇതിൽ ചില പാഠങ്ങൾ വ്യാസൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, പ്രകൃതി എന്നത് ചൂഷണം ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. അതേസമയം അതിനെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിവൃഷ്ടിയുണ്ട്, അനാവൃഷ്ടിയുണ്ട്, ആഗോളതാപനമുണ്ട്, ഉരുളുപൊട്ടൽ, എല്ലാം ഇത് നമ്മുടെ പരിസ്ഥിതി
നമ്മൾ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലങ്ങളാണ്. ഇപ്പോൾ നദികളെയും ജലത്തെയും വിഷം കലരാനായിട്ട് അനുവദിക്കരുത്. നമ്മളിവിടെ കാണുന്നത് എന്താണ്? എന്തു മാലിന്യങ്ങളാണ് നമ്മളുടെ ഈ മീനച്ചിലാറിലും ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അത് ഒരിക്കലും ചെയ്യരുത്. അതാണ് ഒരു പാഠം. രണ്ടാമത്തെ പാഠം, അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ സ്വബോധം തന്നെ നഷ്ടപ്പെടും. കാളിയന് സംഭവിച്ചതാണ്. തൻ്റെ വിഷത്തിൻ്റെ ഒരു നശീകരണ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയിലാണ് കാളിയൻ അഹങ്കരിച്ചിരുന്നത്. അത് ഇറങ്ങിക്കഴിയുമ്പോൾ അഹങ്കാരവും ശമിക്കും. അപ്പോൾ മനസ്സിൽ വിഷമുണ്ടാകരുത്, വിഷം ഇറക്കി പോകണം. അഹങ്കാരം അടക്കാൻ ഭഗവാൻ ഒരു വേഷത്തിൽ അല്ലെങ്കിൽ പല വേഷത്തിൽ വരും. അങ്ങനെ അഹങ്കാരം അടങ്ങിക്കഴിഞ്ഞാൽ നിർമ്മലമായ മനസ്സിൻ്റെ ഉടമയായിത്തീരും. ഇനി മൂന്നാമത് ഒരു പാഠം കൂടെ ഉണ്ട്. അത് നാഗപത്നിമാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അനന്യമായ ഭക്തിയോടുകൂടി, നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഭഗവാനെ സമീപിച്ചാൽ ഭഗവാൻ നമ്മെ സംരക്ഷിക്കും. സത്യത്തിൽ കാളിയൻ രക്ഷപ്പെട്ടത് നാഗപത്നിമാരുടെ സ്തുതി കൊണ്ടാണ്. അവർ വന്ന് അപേക്ഷിക്കുന്നതുകൊണ്ടാണ് ഭഗവാൻ അവനെ അവിടെ ക്ഷമിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഭഗവാനെ സമീപിക്കണം എന്നുള്ള ഒരു കഥയാണ്, ഒരു കാര്യമാണ് വേണുഗാനം എന്നുള്ള ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. അത് വളരെ ചുരുക്കത്തിൽ പറയാം, കാരണം എൻ്റെ ഗുരുനാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അടുത്ത പ്രഭാഷണം കേൾക്കാൻ നിങ്ങളെപ്പോലെ ഞാനും ഉത്സുകനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞതിന് ശേഷം ഞാനത് നിർത്താം. ഞാൻ ഈ പ്രഭാഷണം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കുന്നത്. വേണുഗാനം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൻ്റെ 21-ാം അധ്യായത്തിലാണ് ഭഗവാന്റെ വേണുഗാനാലാപനത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ഇത് ശരിക്കും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും പറയേണ്ട വിഷയമാണ്. പക്ഷേ അത് ചുരുക്കി ഒരു 5-6 മിനിറ്റ് കൊണ്ട് മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബലരാമനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ പ്രവേശിച്ച് പശുക്കളെ മേച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ തൻ്റെ വേണു ഊതുകയാണ്. ആ വേണു എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ ആ വേണുവിൻ്റെ അത്യുച്ചത്തിൽ പ്രസരിക്കുന്ന ആ വേണുഗാനം അത് വ്രജത്തിലിരിക്കുന്ന ഗോപസ്ത്രീകളുടെ ചെവിയിൽ വന്ന് വീഴുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ബദനതാപം ഉണ്ടാകുന്നു. മാതാപിതാക്കൾ കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ വാത്സല്യമാണ് ഉണ്ടായത്. പക്ഷേ ഗോപസ്ത്രീകൾ കേട്ടപ്പോൾ, പ്രത്യേകിച്ച് യുവതികൾ കേട്ടപ്പോൾ അതൊരു മദനതാപത്തെ ഇളക്കി വിട്ടു. അപ്പോൾ ഈ ഭഗവാൻ ഓടക്കുഴലിലുള്ള ദ്വാരങ്ങൾ അധരാമൃതം കൊണ്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ ഇവർ പരസ്പരം പറയുന്നു, ഭഗവാന്റെ ലാവണ്യം, സൗന്ദര്യം വിവരിക്കുന്നതോടൊപ്പം തന്നെ, വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ അവർ ഈ വേണുഗാനത്തെക്കുറിച്ച് കൂടെ അവർ സംസാരിക്കുന്നു. അതിൽ ഒരു ഗോപിക മറ്റു ഗോപികമാരോട് പറയുന്നു, നോക്കൂ, ആ ഓടക്കുഴലിൻ്റെ ഭാഗ്യം, നമുക്ക് ആ ഓടക്കുഴലാകാനായിട്ട് പറ്റിയില്ലല്ലോ. നമ്മൾ സദാസമയം ഭഗവാന്റെ അടുത്തൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടാത്ത ഒരു വലിയ ഭാഗ്യം ആ വേണുവിന് കിട്ടിയിട്ടുണ്ട്. കാരണം ഭഗവാന്റെ ഈ ചുണ്ടുകൾ എപ്പോഴും, അധരങ്ങൾ എപ്പോഴും അതിലെ ആ ദ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അധരാമൃതം സുലഭമായി എല്ലാവർക്കും കിട്ടുന്ന പോലെ മറ്റുള്ളവർക്ക് കിട്ടാറില്ല. അത് വേണു ഓടക്കുഴലിന് കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ ഭാഗ്യം നമുക്കില്ലല്ലോ എന്ന് ഒരല്പം കുശുമ്പോടുകൂടിയാണ് ഗോപസ്ത്രീകൾ അത് പറയുന്നത്. ഇനി അവർ വീണ്ടും പറയുന്നു, ഈ വേണുവിൻ്റെ ഉത്കൃഷ്ട പദവി നോക്കൂ, ഭഗവാനെ സദാസമയം കൊണ്ട് നടക്കുന്നതാണ് ഈ വേണു. ഭഗവാന്റെ സാമീപ്യം എപ്പോഴുമുണ്ട്. അധരത്തിൽ നിന്ന് ഉതിരുന്ന ആ അമൃതം അത് വേണ്ടുവോളം കിട്ടുന്നുണ്ട് ആ വേണുവിന്. ഇത് കണ്ടുകൊണ്ട്, അത് കേട്ടും, ആ വേണുഗാനം കേട്ടും ഭഗവാനെ കണ്ടുകൊണ്ടും ഇവിടുത്തെ പൊയ്കകളും മരങ്ങളും കൂടി ആനന്ദം അനുഭവിക്കുന്നു, ആനന്ദാശ്രു പൊഴിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ സകല ചരാചരങ്ങളിലെ എല്ലാ വസ്തുക്കളും ഭഗവാന്റെ വേണുഗാനം കേട്ട് അങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇതിൽ തിര്യക് ജന്തുക്കളുണ്ട്. മാൻപേടകളുടെ കാര്യം തന്നെ പറയുന്നുണ്ട്. മാൻപേടകൾ ഇങ്ങനെ കേട്ടുകൊണ്ട് അനങ്ങാതെ നിൽക്കുകയാണ് ആ വേണു ഗാനം കേട്ടുകൊണ്ട്. അവർക്ക് എന്തെങ്കിലും വിശേഷ ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷേ ഭഗവാന്റെ വേണുഗാനം തുടങ്ങുമ്പോൾ മാൻപേടകൾ അനങ്ങില്ല, അത് കേട്ടുകൊണ്ട് ഇരിക്കും. അവരെ പോലെ സുഹൃതികൾ വേറെ ഉണ്ടോ? അതുപോലെ തന്നെയാണ് പശുക്കളുടെ കാര്യം. ഈ പശുക്കുട്ടികൾക്ക് പാല് കൊടുക്കുകയാണ് പശുക്കൾ.
പക്ഷേ ആ പാല് കൊടുക്കുന്ന ആ പ്രക്രിയ നിർത്തിവെച്ച് അവർ ചെവി കൂർപ്പിച്ച് ഭഗവാന്റെ ആ ഗാനാമൃതം ചെവിയിലേക്ക് ഇങ്ങനെ ഒഴുകി വരാനായിട്ട് ശ്രദ്ധയോടുകൂടി നിൽക്കുന്നു. അതേപോലെ തന്നെ കുട്ടികളാട്ടെ മുലകുടിയൊക്കെ നിർത്തി അതും ഈ ഭഗവാന്റെ വേണുഗാനം കേട്ടുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ വേണുഗാന ശ്രവണത്തിന് ഭാഗ്യം സിദ്ധിച്ചവരല്ലേ ഇവരെല്ലാവരും, അവരെത്ര ധന്യമാരാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് വൃന്ദാവനത്തിലെ പക്ഷികൾ. അതേപോലെ വൃന്ദാവനത്തിലൂടെ ഒഴുകുന്ന കാളിന്തി പോലുള്ള നദികളെല്ലാം എങ്ങനെയാണ് അവ ഈ ഗാനശ്രവണം കേട്ടുകൊണ്ട് അവയ്ക്കുണ്ടാകുന്ന പരിഭ്രമത്തെ എന്താ പറയുക, പരിഭ്രമത്തെ കാണിക്കുന്നുണ്ട്. ചുഴികൾ ഉണ്ടായിക്കൊണ്ട് ആ പരിഭ്രമത്തെ കാണിക്കുന്നു. പിന്നെ വൃക്ഷങ്ങളിൽ കാണുന്ന പൂമുട്ടുകൾ, ഇളം തളിരുകൾ, ഇവയെല്ലാം ഗാനശ്രവണ നിമിത്തമുണ്ടാകുന്ന ആനന്ദത്തെ സൂചിപ്പിക്കുന്ന രോമാഞ്ചമാണ് എന്നാണ് കവി പറയുന്നത്. കാവ്യഭാവനയായിരിക്കാം, പക്ഷേ അത് വളരെ സുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കാരണം സസ്യലതാദികൾക്ക് രോമാഞ്ചമുണ്ടാകുമ്പോൾ അത് തളിർക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ ആ വേണുഗാന ശ്രവണത്തിലൂടെ പറ്റുന്നതാണ്. ഇപ്രകാരം ശ്രീകൃഷ്ണ വർണ്ണനവും ശ്രീകൃഷ്ണ വേണുഗാനത്തിൽ ശ്രവണത്തിൽ മുഴുകിയതും കാരണം ഈ ഗോപശ്രീകൾ ശ്രീകൃഷ്ണനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ മനസ്സോടുകൂടി അവർ കൃഷ്ണമയികളായി തീർന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. യദ്ഭാവം തദ്ഭവതി എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ നാം എന്താണോ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുതന്നെയായി മാറും എന്നാണ് പറയുന്നത്. സദാസമയം നമ്മൾ ചിന്തിക്കുന്ന എന്താണോ അത്. ഭരതനെ കണ്ടപ്പോൾ ഹനുമാന് സംശയം തോന്നി, ശ്രീരാമൻ തന്നെയാണോ എന്ന്. കാരണം സദാസമയവും ഭരതൻ ശ്രീരാമനെ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇരുന്നതുകൊണ്ട് ശ്രീരാമനെ പോലെ തന്നെ ആയിത്തീർന്നു ഭരതനും എന്ന് പറയാറുണ്ട് രാമായണത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ഗോപശ്രീകൾ ഈ വേണുനാദം കേട്ട് ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് അവസാനം ശ്രീകൃഷ്ണമയികളായി തീർന്നു. അവരെക്കാളും ഭാഗ്യം ആരാണ് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ വേണുഗാന നിരൂപണം വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയേണ്ടതുണ്ട്. ഇവിടെ കവി വളരെ ഭംഗിയായിട്ട്, വ്യാസർ വളരെ ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സകല തിരക്കുകളെ പറ്റിയും അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും പറയാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ലാത്തതിനാൽ അത് വേറൊരു ദിവസത്തേക്ക് മാറ്റാം. ഇവിടെ അടുത്തതായിട്ട് എൻ്റെ ഗുരുനാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ഗുരുവിനെ പറ്റി പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. ഒന്ന്, ഫെയ്ത്ത് ഓൺ മാസ്റ്റർ, ഗുരുവിലുള്ള വിശ്വാസം. പിന്നെ ഫെയ്ത്ത് ഓഫ് മാസ്റ്റർ, ഗുരുവിൻ്റെ വിശ്വാസം. ഗുരുവിന് ശിഷ്യനോട് വിശ്വാസം വേണമല്ലോ. അപ്പോൾ ഇതിൽ ഗുരുവിനുള്ള വിശ്വാസവും വചനത്തിലുള്ള വിശ്വാസവും ഇത് ഒരു ഒറ്റത്തവണ നിക്ഷേപം പോലെയാണ്. അതൊരു FD ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം തോറും അതിൻ്റെ പലിശ കിട്ടും. അതുപോലെയാണ് ആദ്യത്തെ കാര്യം, ഗുരുവിനോടുള്ള നമ്മളുടെ ആ വിശ്വാസം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഗുരുവിന് നമ്മളിൽ വിശ്വാസം ഉണ്ടാണെങ്കിൽ അത് ആർജിക്കാൻ തന്നെ വിഷമം, അതിനുശേഷം അത് നിലനിർത്താൻ അതിലും വിഷമമാണ്. അപ്പോൾ അതിന് എല്ലാ ദിവസവും കപ്പം കൊടുത്തുകൊണ്ടിരിക്കണം, എല്ലാ ദിവസവും ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിൽ എൻ്റെ ദക്ഷിണയായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. കാരണം നിങ്ങൾ ഇത്രയും നേരം ഈ കഥയും ഒക്കെ കേട്ടുകൊണ്ടിരുന്നല്ലോ. ഇതിൽ ഒറ്റ ആൾ പോലും കോട്ടുവാവിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സാധാരണ ഒരു 20 മിനിറ്റുള്ളിലൊന്നും ആർക്കും ഒരു പ്രസംഗവും പ്രഭാഷണവും കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇനി അധികം താമസം കൂടാതെ 5 മിനിറ്റോടെ ബാക്കിയുണ്ട്. സാറിനെ ഈ വേദിയിലേക്ക് വരേണ്ടതുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.